മേജർ രവി എന്ന പേരിനൊപ്പം തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖമാണ് മോഹൻലാലിന്റേത്. സിനിമയ്ക്ക് പുറത്ത് മോഹൻലാലുമായി മേജർ രവിക്ക് ഒരു ആത്മബന്ധമുണ്ട്. മേജർ രവി തന്നെ ഇക്കാര്യം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്ര അടുത്ത സൗഹൃദമാണ് ഇരുവർക്കും ഇടയിലുള്ളത്. മേജർ രവി നൽകുന്ന മിക്ക അഭിമുഖങ്ങളിലും മോഹൻലാലിനെ കുറിച്ച് വാചാലനാകാറുണ്ട്. അതേസമയം മമ്മൂട്ടിയെ കുറിച്ച് മേജർ രവി അങ്ങനെ അധികമൊന്നും സംസാരിച്ചിട്ടില്ല. മമ്മൂട്ടി നായകനായെത്തിയ മിഷൻ 90 ഡേയ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തത് മേജർ രവിയായിരുന്നു. ഇപ്പോഴിതാ മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് മേജർ രവി. പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ മമ്മൂട്ടിയുമായി താൻ പരിചയപ്പെട്ടിരുന്നു എന്നാണ് മേജർ രവി പറയുന്നത്. പെരുന്നാളിന്റെ സമയത്ത് മമ്മൂട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫിത്ത് ട്രീറ്റ് ചെയ്തത് കാണുന്നത് തന്നെ ഒരു ട്രീറ്റ് ആണെന്നും മേജർ രവി പറയുന്നു. എല്ലാവരെയും ഇരുത്തി ബിരിയാണി കഴിപ്പിക്കും. മമ്മൂട്ടി നമ്മളോട് കാണിക്കുന്ന കരുതൽ കാണുമ്പോൾ നമ്മളൊക്കെ ആരാണെന്ന് തോന്നുമെന്നും ഈ ആളുകളൊക്കെയുമായി കുടുംബം പോലെയുള്ള സ്നേഹബന്ധമുണ്ടായതിൽ താൻ ഭാഗ്യവാനാണെന്നും മേജർ രവി പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ അടുത്ത് തന്റെ എന്തെങ്കിലും ആവശ്യവുമായി പോയാൽ തന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, ഭ്രാന്തല്ലേ എന്ന് മമ്മൂട്ടി പറയുമെന്നും, പക്ഷേ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വിളി വരുമെന്നും അല്ലെങ്കിൽ ഒരാൾ വന്ന് നമുക്കത് നാളെ ചെയ്യാമെന്ന് പറയുമെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു. തന്റെയും മമ്മൂട്ടിയുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെയാണെന്നും പറ്റില്ല എന്ന് പറഞ്ഞാലും ആർക്കെങ്കിലും വേണ്ടി ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും മേജർ രവി വ്യക്തമാക്കി. മോഹൻലാൽ തന്നെ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിന് ഒരു ഉദാഹരണവും മേജർ രവി ഈ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താൻ ഉണ്ണി മുകുന്ദനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നോക്കിയെന്നും അതിലേക്ക് ആദ്യം താൻ പൃഥ്വിരാജിനെയായിരുന്നു നായകനാക്കി തീരുമാനിച്ചിരുന്നതെന്നും മേജർ രവി പറയുന്നു. പക്ഷേ അന്ന് ഏതോ ഒരു മണിരത്നം സിനിമയിൽ പൃഥ്വിരാജ് കുടുങ്ങി. ഒഴിവാകാൻ പറ്റുന്നില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞതോടെ ഉണ്ണി മുകുന്ദനെ വെച്ച് ആ പടം പ്ലാൻ ചെയ്തുവെന്നും മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിലിരുന്ന് സംസാരിച്ചപ്പോൾ ഈ സിനിമ ചെയ്യുന്ന കാര്യവും പറഞ്ഞുവെന്നും മേജർ രവി ഓർക്കുന്നു. അപ്പോൾ മോഹൻലാൽ എന്താണ് സിനിമയുടെ കഥയെന്ന് ചോദിച്ചു. താൻ കഥ പറഞ്ഞു. നായകന്റെ ഉള്ളിൽ കയറി മന്ത്രവാദി പൈശാചികമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രമേയം. വീടിന് മുറ്റത്തുള്ള ഭഗവതിയുടെ പ്രതിമ നായകൻ ഇളക്കിക്കൊണ്ടുപോയി കുളത്തിലെറിയുന്നു. ആ സമയത്ത് നായകന്റെ അമ്മ വന്ന് കാലിൽ പിടിക്കുന്നു. അമ്മയെ അപ്പോൾ നെഞ്ചത്ത് നായകൻ ചവിട്ടും. അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാതെ ഈ മകൻ വിഗ്രഹം കുളത്തിലെറിയും. ഇതൊക്കെയാണ് മേജർ രവിയുടെ കഥ. ഈ കഥ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാലിന് തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നും മേജർ രവി പങ്കുവെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആ ഭഗവതിയെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അമ്മ വന്ന് തടയുമ്പോൾ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്ന ഷോട്ട് എടുക്കാൻ സാധിക്കുമോ എന്നാണ് മോഹൻലാൽ തന്നോട് ചോദിച്ചത്. അവിടെയാണ് മോഹൻലാൽ എന്ന വ്യക്തി തന്നെ മനസ്സിലാക്കുന്നതെന്നാണ് മേജർ രവി പറയുന്നത്. അമ്മയെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മോഹൻലാലിന് അറിയാമായിരുന്നു. അന്നത്തെ അവസ്ഥയിൽ ആ സീൻ എടുക്കാൻ തനിക്ക് പറ്റില്ല. കാരണം തന്റെ അമ്മ മരിച്ചിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് മേജർ രവി പറയുന്നത്. ആ സിനിമ പിന്നീട് താൻ വേണ്ടെന്ന് വെച്ചെന്നും മേജർ രവി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.